നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 2 ജയങ്ങൾക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് തോറ്റു. സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ് തോൽവി. 10 റണ്ണിൻ്റെയാണ് തോൽവി. എത്ര റണ്ണിൻ്റെയാണെങ്കിലും തോൽവി തന്നെയാണ്. സ്വാഭാവികമായിട്ടും ചെന്നൈ വിജയപാതയിൽ തിരിച്ചെത്തി എന്നാണ് ആരാധകരെല്ലാം കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് താരതമ്യേന വിജയിക്കാൻ എളുപ്പമായിരുന്ന ഒരു സ്കോറ് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. ആദ്യ ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 20 ഓവറിൽ 194 റണ്ണാണ് എടുത്തിരുന്നത്. 195 റണ്ണ് ഈ സീസണിൽ അതത്ര വലിയ സ്കോറൊന്നുമല്ല. പക്ഷേ ചെന്നൈക്ക് അത് പിന്തുടർന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ചെന്നൈ കുറച്ച് കാലമായിട്ട് നേരിടുന്ന, ഈ സീസണിൽ പ്രത്യേകിച്ച് നേരിടുന്ന പ്രധാന പ്രശ്നം ഓപ്പണിങ്ങിലാണ്. ഇപ്പോൾ സഞ്ജു സാംസൺ അവർക്ക് വന്നപ്പോൾ നല്ല 2 ഇന്നിങ്സ് കളിച്ചു. ഒരു സെഞ്ചുറി അടിച്ചു, ഒരു 48 റൺ അടിച്ചു. അങ്ങനെ ആ ഓപ്പണിങ്ങിൽ സഞ്ജു നന്നായി കളിക്കുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻ, അയാൾ ഇതുവരെയും നല്ല ഒരു ഇന്നിങ്സ് കളിച്ചിട്ടില്ല ഈ വർഷം, ഈ IPL സീസണിൽ. ഇന്നും അയാൾ മോശമായിട്ടാണ് കളിച്ചത്. 19 റണ്ണാണ് അടിച്ചത്. സഞ്ജു സാംസണും ഇന്ന് വളരെ മോശമായിട്ടാണ് കളിച്ചത്. 7 റണ്ണാണ് അയാൾ അടിച്ചത് 3 പന്തിൽ. അതിലൊരു സിക്സർ ഉണ്ട്. പക്ഷേ 7 പന്തിൽ തന്നെ തീർന്നു ആ ഇന്നിങ്സ്. പിന്നീട് അങ്ങനെ ആരും കാര്യമായി കളിച്ചു എന്ന് പറയാനാവില്ല. ആയുഷ് മാത്രയാണ് നന്നായി അടിച്ചു വന്നു, 30 റൺ അടിച്ചു. ആയുഷ് മാത്ര ഇന്നൊരു ഒരുപക്ഷെ സെഞ്ചുറി വരെ അടിച്ചേക്കാമെന്ന് തോന്നിയ രീതിയിലുള്ള നല്ല ഫ്ലോയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു, ഗംഭീര ബാറ്റിംഗ് ആയിരുന്നു. പക്ഷേ ആയുഷ് മാത്രം 30 റണ്ണിൽ പുറത്തായി. പിന്നീട് അങ്ങോട്ട് അങ്ങനെ ആരും മാത്യു ഷോട്ട് 34 റൺ അടിച്ചെങ്കിലും 30 പന്തിലാണ് അത് അടിച്ചത്. സ്ട്രൈക്ക് റേറ്റ് കമ്മിയായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ആരും അടിച്ചില്ല. ജാമി ഓവർട്ടനൊക്കെ കഴിഞ്ഞ കളിയിൽ കളിച്ച പോലെയുള്ളൊരു കളിയൊന്നും ഓവർട്ടന് കളിക്കാൻ പറ്റിയില്ല. ശിവൻ ദുബെ തീർത്തും മോശം ഫോമിലായിരുന്നു. അങ്ങനെ ചെന്നൈ പരാജയപ്പെട്ടു. ഒരു 195 റണ്ണെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. അതൊരു അത്ര പ്രശ്നങ്ങളുള്ളൊരു പിച്ചായിരുന്നില്ല. പക്ഷേ എന്നിട്ടും പരാജയപ്പെട്ടു. ആ സമയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ട് ഇഷാൻ മാലിംഗ 3 വിക്കറ്റ് വീഴ്ത്തി. നിതീഷ് കുമാർ റെഡ്ഡി 2 വിക്കറ്റ് വീഴ്ത്തി. നിതീഷ് കുമാർ റെഡ്ഡിയുടെ മീഡിയം പേസ് അവർക്ക് പലപ്പോഴും വലിയ ഗുണം ചെയ്യുന്നുണ്ട്. അത് ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ തന്നെ സഞ്ജുവിനെയൊക്കെ പുറത്താക്കിയത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. അപ്പോൾ അത് നിതീഷിൻ്റെ ബൗളിങ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ റെഡ്ഡി ഓൾറൗണ്ടർ എന്ന നിലയിൽ വലിയ ഗുണം SRHന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ SRH ബാറ്റ് ചെയ്ത ഇന്നിങ്സിൽ ആദ്യത്തെ ഇന്നിങ്സിൽ അഭിഷേക് ശർമ്മ 59 റണ്ണടിച്ചു. അതിവേഗം തന്നെ 59 റണ്ണടിച്ചു. അവർ പവർ പ്ലേയിൽ വളരെയധികം 76 റണ്ണടിച്ചു 6 ഓവറിൽ. ഒപ്പം ഹെൻറിച്ച് ക്ലാസിനും 59 റണ്ണടിച്ചു. അപ്പോൾ അവർ ബാറ്റിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ റണ്ണ് കമ്മിയായിരുന്നു. അവർ 200-ൽ മീതെ 200, 210 എടുക്കുന്ന എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ അവസാനം വെച്ച് അത് നടന്നില്ല. പക്ഷേ അവർ ഡിഫെൻഡ് ചെയ്യാൻ പാകത്തിൽ അവരുടെ ബൗളിങ് നന്നായി ക്ലിക്കായി എന്നുള്ളതാണ്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അതിൽ അൻഷുൽ കാംബോജ് വീണ്ടും ഒരിക്കൽ കൂടി 3 വിക്കറ്റ് വീഴ്ത്തി. കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു എന്നുള്ളതല്ലാതെ ചെന്നൈക്ക് പോസിറ്റീവായിട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഓപ്പണിംഗ് തന്നെയാണ്. ഓപ്പണിങ്ങിൽ ഒന്നുമില്ലെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദ് കളിക്കില്ല. അയാളിപ്പോൾ സ്ഥിരമായിട്ട് കളിക്കുന്നില്ല. സഞ്ജു സാംസൺ കൂടി കളിക്കാതാകുമ്പോൾ അത് പൂർണ്ണ പരാജയമാവുന്നു. അതുകൊണ്ടാണ് സഞ്ജു സാംസണൊപ്പം ആയുഷ് മാത്രയെ ഓപ്പണിങ്ങിൽ ഇറക്കി ഋതുരാജ് ഗെയ്ക്വാദ് താഴേക്ക് ഇറങ്ങണം എന്ന് ക്രിക്കറ്റ് വിദഗ്ധരടക്കം ആരാധകരടക്കം പറയുന്നത്. പക്ഷേ ഇപ്പോഴും ചെന്നൈ അതിന് തയ്യാറായിട്ടില്ല. അത് തയ്യാറാവുക എന്നത് വളരെ പ്രധാനമാണ്. ഈ IPLൽ അവരുടെ മുന്നോട്ട് പോക്ക് അതുകൂടി ആശ്രയിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.